ഞാനാണ് കഷ്ടപ്പെട്ടത്. എന്നാലും ഞാൻ ദാ ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ പണി മുഴുവനും തീർത്തിട്ടുണ്ട്. ഇനി വെറും 3 ബ്ലോക്ക് മാത്രമേ ഇവിടെ ഇനി വയ്ക്കാനുള്ളൂ. ദോരിക്കുന്നതുണ്ട്. ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് ഈ ഒരു 3 ബ്ലോക്കും കൂടെ വെച്ച് കഴിഞ്ഞാൽ തീർന്ന്. അവസാനം ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന വലിയൊരു ഐലൻഡിനെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോം ആക്കിയിട്ടുണ്ട്. ഇനി ഇതിന്റെ മേളിലോട്ട് വേണം നമുക്ക് ഓരോരോ ബിൽഡെല്ലാം കൊണ്ടുവരാൻ. ബൈ ദ വേ നിങ്ങൾ വേറൊരു കാര്യം മറക്കാൻ പാടില്ല. ഇതേപോലെ തന്നെ ഞാൻ ഇനി ഇതിന്റെ അടുത്തുള്ള എല്ലാ ഐലൻഡിലും ഈ ഒരു സ്റ്റോൺ വെച്ചിട്ട് ഇങ്ങനെ നിറയ്ക്കും. അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്റെ ഈ ഒരു മാപ്പിന് കറക്റ്റ് ഒരു ഇൻഡസ്ട്രിയൽ ലുക്ക് ആയിരിക്കും. അപ്പൊ ഇനി ഈ ഒരു ഇടക്കാലത്തൊന്നും ഞാൻ ഇനി അടുത്തുള്ള ഒരു ഐലൻഡിൽ ഈ ഒരു സ്റ്റോൺ വയ്ക്കാൻ തുടങ്ങുന്നില്ല. കാരണം ഇങ്ങനെ ഈ ഒരു സ്റ്റോൺ മാത്രം വെച്ചോണ്ട് നിന്ന് കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഒരു 10-12 എപ്പിസോഡ് ഇത് മാത്രമേ നിങ്ങൾ കാണുള്ളൂ. അതുകൊണ്ട് നമുക്കൊന്ന് മിക്സപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെയും കുറച്ചുകൂടെ കാര്യങ്ങൾ ഈ ഒരു വേൾഡിനകത്ത് ചെയ്യണം. അപ്പൊ ഞാൻ മെയിൻ ആയിട്ട് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്, നമ്മൾ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇവിടെ കുറച്ച് ആ ഒരു ഫാർമെല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അതെല്ലാം ഞാൻ ഈ നിൽക്കുന്ന ഫാക്ടറിയിൽ ഇവിടെ കൊണ്ടുവന്നപ്പോൾ പൊട്ടിച്ച് കളയുകയും ചെയ്തു. അത് തന്നെ കുറച്ചും കൂടി ഒരു ബിൽഡിങ്ങിനെ പോലെ ഉണ്ടാക്കിയിട്ട് ഈ ഒരു ഐലൻഡിലോട്ട് വയ്ക്കാൻ തുടങ്ങണം. അത് തന്നെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ മേളിൽ ഓരോരോ ഫാർമെല്ലാം വയ്ക്കാൻ തുടങ്ങണം. ഇതിന് എനിക്ക് ഒരുവിധം ഒന്ന് ക്രൗഡ് ആക്കിയിട്ട് വേണം ഇവിടെയുള്ള ബാക്കിയുള്ള ഐലൻഡിലും എനിക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങാൻ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ഐലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വലുതാണ്. നല്ല വലുതെന്ന് പറഞ്ഞാൽ നല്ല വലുത്. ഏതാണ്ട് ഒരു 10-500 ബ്ലോക്ക് നമുക്ക് ഇതിനെ ചുറ്റി വരാൻ പറ്റും. ഇത് തീരുന്നത് വരെ ഒരുപാട് ഫാർമുകളും ബിൽഡിങ്ങുകളും എനിക്ക് ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെ എന്റെ തലയ്ക്കകത്തുള്ളതെല്ലാം ഞാൻ ഉണ്ടാക്കി തീർത്താലും ഒരുപാട് നമുക്ക് എംറ്റി സ്പേസ് ഇതിനകത്ത് വരാനും ചാൻസ് ഉണ്ട്. അതെല്ലാം ഞാൻ ഇപ്പോഴും ആലോചിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ മാക്സിമം ആ ഒരു എംറ്റി സ്പേസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ബിൽഡിംഗ് ഞാൻ ഇവിടെ ഉണ്ടാക്കുമ്പോൾ അതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഒരു കാര്യം മാത്രമായിരിക്കണം. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു സ്റ്റോൺ ഫാക്ടറി ഉണ്ടാക്കി. ഇതിനകത്ത് എനിക്ക് ഒരുപാട് ആ ഒരു സ്റ്റോൺ എല്ലാം കിട്ടുന്നുണ്ട്. ഇതേ സെയിം ഫാർം തന്നെ എനിക്ക് ഒരു ബട്ടൺ എങ്ങാനും ഫ്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു കോബിൾ സ്റ്റോൺ കിട്ടുന്ന രീതിയിൽ ഒരു ഫാർം ആക്കാൻ പറ്റും. ഇവിടെ ഈ ഒരു കോബിൾ സ്റ്റോൺ ഇങ്ങനെ വന്ന് വീഴുമ്പോൾ അതിനിങ്ങനെ കുക്ക് ചെയ്യാതിരുന്നാൽ മതി. പക്ഷേ സുദ്ധൻ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിന് പകരം അതിനെ ഒരു ബിൽഡിംഗ് ആക്കണം. ഇതേ സെയിം വലുപ്പമായാലും കുഴപ്പമില്ല. ഇതിന്റെ തൊട്ടടുത്ത് വേറൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് അതൊരു കോബിൾ സ്റ്റോൺ ഫാർം ആക്കണം. മാക്സിമം അങ്ങനെ ചെയ്തു പോകണം. എന്നാൽ മാത്രമേ എനിക്ക് ഈ ഒരു ഐലൻഡ് എല്ലാം കുറച്ചെങ്കിലും ഒന്നും നിറയ്ക്കാൻ പറ്റുള്ളൂ. അല്ല ഞാൻ ഈ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയതുപോലെ തന്നെ ഒരുപാട് ഇങ്ങനെ അടുപ്പിച്ചുണ്ടാക്കി കഴിഞ്ഞാൽ അത് നടക്കൂല. തിയററ്റിക്കലി സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഐലൻഡിൽ തന്നെ എനിക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ ഫാക്ടറീസും ഉണ്ടാക്കി വെക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ ഒരു ട്രെയിൻ യൂസ് ചെയ്യാൻ പറ്റൂല. ആ ഒരു ട്രെയിൻ എനിക്ക് യൂസ് ചെയ്യണം. അതുകൊണ്ട് മാക്സിമം ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന എല്ലാ ഒരു ബിൽഡിങ്ങും നല്ല സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കാനാണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ അത് അങ്ങനെ നിന്നോട്ട്. അപ്പൊ നമുക്കിനി അടുത്ത് ഇവിടെ വരാൻ പോകുന്ന ഏത് ബിൽഡിങ്ങിലോട്ട് വർക്ക് ചെയ്യാം. ഞാൻ ആലോചിക്കുന്നത്, ഇവിടെ ഞാൻ ബിൽഡ് ചെയ്തിട്ട് പൊട്ടിച്ച് മാറ്റി ഓരോ ഫാർം ഉണ്ടല്ലോ, അതെല്ലാം ഓരോന്നോരോന്നായിട്ട് ആ ഒരു സൈഡിലോട്ട് ബിൽഡ് ചെയ്യാൻ തുടങ്ങുന്നതാണ്. ആ ഒരു ട്രീ ഫാർം, ഷുഗർ കെയിൻ ഫാർം, ക്യാരറ്റ്, പൊട്ടാറ്റോ, പിന്നെ ഈ ഒരു സൈഡിൽ ഞാൻ ഒരു സ്പ്രൂസ് ഫാർം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഈ ഒരു ഐലൻഡിലോട്ട് വെച്ചിട്ടുണ്ടാക്കാന്ന്. അതല്ലെങ്കിൽ അതിനെ ഞാൻ ഇനിയും സ്പ്രെഡ് ചെയ്യണം എന്ന് പറഞ്ഞ് ഇപ്പൊ ഞാൻ പറഞ്ഞ എല്ലാ ഫാർമും ഈ ഒരു ഒറ്റ ചെറിയ ഏരിയക്ക് ഉണ്ടാക്കാൻ നിൽക്കാതെ ഒരു 4-5 മാത്രം, ഇത് ഉൾപ്പെടെ ഒരു 4-5 മാത്രം ഇതിന്റെ മേലുണ്ടാക്കി വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം അടുത്തുള്ള ഐലൻഡിലോട്ടെല്ലാം സ്പ്രെഡ് ചെയ്ത് അങ്ങ് വെക്കണം. ഓക്കെ, എനിക്ക് ഇത് മൊത്തത്തിൽ കൺഫ്യൂസ് ആവുന്നു. നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. ബാക്കിയുള്ള നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. നിക്ക് നമുക്കിതിനെ ഒരുപാടങ്ങ് ഓവറായിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. നമുക്കിതിനെ ലേബൽ ചെയ്യാം. അപ്പൊ എന്റെ ഈ ഒരു ബേസിനകത്ത് എനിക്ക് ടോട്ടലായിട്ട് 1, 2, 3, 4 ഐലൻഡ് ഉണ്ട്. അതിൽ ഈ ഒരു ഐലൻഡാണ് ഏറ്റവും ചെറുത്. അത് കഴിഞ്ഞൊരു വലിയ ഐലൻഡ്, അത് കഴിഞ്ഞൊരു വലിയ ഐലൻഡ്, അത് കഴിഞ്ഞ് പിന്നെ ഒരു വലിയ ഐലൻഡ്. അപ്പൊ നമുക്ക് ടോട്ടല് 4 ഐലൻഡ് ഇവിടെ ഉണ്ട്. ഇതൊരു ഐലൻഡ് നമുക്ക് കൂട്ടാം, പക്ഷെ നല്ല ചെറുതത്, അതുകൊണ്ട് നമുക്ക് പോട്ട്. അപ്പൊ 4 ഐലൻഡ്. എന്റെ ലെസ് പ്ലേ സീരീസിനകത്ത് ഞാൻ ആ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ എത്ര ഞാൻ അതിനെ നെരുക്കി ഉണ്ടാക്കോ അതേപോലെ തന്നെ ഞാൻ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ ഈ ഒരു സീരീസിനകത്ത് ഉണ്ടാക്കാൻ പോകുന്ന കംപ്ലീറ്റ് ബിൽഡിങ്ങും ഈ ഒരു ഐലൻഡ് തന്നെ നിർത്താൻ പറ്റും. എനിക്കങ്ങനെ ഒരുപാട് ബിൽഡെല്ലാം ഒരു ഒറ്റ ചെറിയ ഏരിയക്ക് അത് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ലെസ് പ്ലേ വഴി തന്നെ ഞാൻ ആ ഒരു ഫാക്ടറി ഐലൻഡ് ഉണ്ടാക്കിയതുപോലെ തന്നെ അത് കാണുമ്പോൾ ഒരു ചെറിയ ഐലൻഡ്, ഏതാണ്ട് ഈ ഒരു ഐലൻഡിന്റെ വലിപ്പം തന്നെ കാണും. 10-20 ഫാർം അതിനകത്ത് കുത്തി നിറച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു സീരീസ് തുടക്കം പോലെ കണ്ടവർക്ക് അറിയാം. അപ്പൊ ആ ഒരു സെൻസ് നമ്മൾ കാണുമ്പോൾ ഞാൻ ഈ ഒരു വേൾഡിനകത്തും അതേപോലെ തന്നെ 10-20 ഫാർം ഉണ്ടാക്കിയാണെങ്കിൽ എനിക്ക് അതെല്ലാം ഈ ഒരു ഒറ്റ ചെറിയ ഐലൻഡിൽ തന്നെ നിർത്താൻ പറ്റും. നമുക്ക് ഈ ഒരു മൈൻക്രാഫ്റ്റിനകത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു ഫാർമിന്റെ എണ്ണത്തിൽ 3, 4, 5 ഈ ഒരു സ്ലൈം ഫാർം